ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമേ തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ടല്ലേ? ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് ഉള്ളിൽ തോന്നുക? എന്താണ് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ? എന്തുകൊണ്ട് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ചെയ്യണം എന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊരു കുറച്ചൊന്ന് നോക്കിയാലോ? നമുക്കതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്താലോ? നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഈ സൊസൈറ്റിയിലെന്ന് തോന്നും. സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് ചെയ്യാറില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു വല്ലാത്ത കോൺഫിഡൻസ് നിങ്ങൾക്ക് വരാറുണ്ട്. മറ്റുള്ളവർ പല സ്ഥലത്തും നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്കിന്ന് ചുളുങ്ങിപ്പോയി, അല്ലെങ്കിൽ സ്കിന്നിൽ വരകൾ വീണു, സ്കിന്ന് വലഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഫേസിൽ നിങ്ങൾക്ക് ബ്ലാക്ക് മാർക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിമംഗല്യമുണ്ട്, നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോയല്ലോ, വണ്ണം വെച്ചല്ലോ, അങ്ങനെ പലതും നമ്മളുടെ കൂടെ അടുത്ത റിലേറ്റീവ്സ് തന്നെ, അടുത്ത ഫ്രണ്ട്സ് തന്നെ, അടുത്ത നെയ്ബേഴ്സ് തന്നെ പറയും. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾക്ക് സ്വയം തോന്നും, ഓ ഇത് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സമയത്ത് സ്കിൻ കെയർ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കോൺഫിഡൻസ് ലൈഫിൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നാറില്ലേ, ഓക്കെ ഐ ആം വർത്ത് ഇറ്റ് എന്ന് തോന്നാറില്ലേ? നിങ്ങളും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ഈ സൊസൈറ്റിയിൽ എന്ന് നമുക്ക് തോന്നാറില്ലേ? ശരിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ, നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ, ഇതൊക്കെ നമ്മുടെ സെൽഫ് കെയർ ആണ്. അപ്പോൾ നമ്മൾക്ക് തോന്നാറില്ലേ, ഓക്കെ നമ്മൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കാരണം നമ്മളും ഒരു റെസ്പെക്റ്റ്ഫുൾ പേഴ്സൺ ആണ് ഈ ലൈഫിൽ തോന്നുന്നു. എന്തുകൊണ്ട്? നമ്മൾ ഡിസിപ്ലിനോടെ കറക്റ്റായിട്ട് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ കയറി വരും അല്ലേ? നമുക്ക് ഇങ്ങനെ ഇന്ന് ചെയ്യണം, ഇന്ന സമയത്ത് ചെയ്യണം, നമ്മളൊരു ചാർട്ട് നമ്മൾക്കറിയാതെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ആ ചാർട്ടിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മളുടെ ബ്രെയിൻ ഒന്ന് ഉന്മേഷമാകുന്നു. നമ്മളുടെ ബ്രെയിൻ പഴയ നമ്മളുടെ യങ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് കടന്നു പോകുന്നു. അതൊക്കെയും നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ മാത്രമല്ല, മറ്റുള്ളവരെ കാണിച്ചിട്ട് അവർ തരുന്ന അപ്രീസിയേഷൻ എപ്പോഴും നമുക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾക്ക് സ്വയം തോന്നത്തില്ലേ, ഓക്കെ നമ്മൾ ആദ്യം നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അവർ നമ്മളോട് പറയും, സ്കിന്നിന് ഗ്ലോ വെച്ചല്ലോ, എന്താ ചെയ്യുന്നേ? നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കില്ല അല്ലേ? എന്ന് പറഞ്ഞ പോലെ അതെന്തുകൊണ്ടാണ് നമ്മൾക്ക് അത്ര പ്രൗഡാണ് നമ്മുടെ സ്കിന്നിനെ കുറിച്ച്. നമ്മളുടെ സ്കിൻ നമ്മൾ ഇങ്ങനെ മിനുക്കി ഭംഗിയാക്കി കൊണ്ടുവരുമ്പോൾ, കെയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ, കെമിക്കലൊന്നുമില്ലാതെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നമുക്ക് തന്നെ ഒരു സന്തോഷം, ഒരു സെൽഫ് എസ്റ്റീം കൂടുക. സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ നമ്മളുടെ കോൺഫിഡൻസ് കൂടുക അല്ലേ? ഇതൊക്കെ നമുക്ക് തോന്നാറില്ലേ? അതുകൊണ്ട് ഒരിക്കലും സ്കിൻ കെയർ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണെന്ന് വിചാരിക്കരുത്. നമ്മളുടെ സൈക്കോളജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും, നമ്മൾക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് പേര്, അല്ലെങ്കിൽ എല്ലാവരും തന്നെ അവരവരുടെ സ്കിന്നിനെ കുറിച്ച് ബോധറായിട്ടുള്ളവർ തന്നെയാണ്. അങ്ങനെ അല്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എസ്കേപ്പിസമാണ്. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങൾ ചെയ്യുന്നതൊന്ന് നിരാത്സാഹപ്പെടുത്താൻ വേണ്ടിയും കൂടെ അവർ ചെയ്യുന്ന ഒരു ട്രിക്കാണത്. അതിൽ വീണു പോവാതെ സ്കിൻ കെയർ ചെയ്യാൻ ഒരിക്കലും മടിക്കണ്ട. ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഗ്രേസ്ഫുള്ളി, വളരെ സ്ലോലി നമ്മളുടെ ഏജിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ താണ്ടി വെളി വരുവാണ് ചെയ്യുന്നത്. നമ്മളുടെ മൈൻഡിനെ നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രിപ്പയർ ചെയ്യാണ് അല്ലേ? ഇപ്പോൾ നമ്മളുടെ സ്കിൻ എത്ര യങ് ആയിട്ടിരുന്നാലും, എത്ര യൂത്ത്ഫുൾ ആയിട്ടാണ് നിങ്ങൾ വിഭൂതിയുടെ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു 20 വയസ്സ് കുറഞ്ഞു തോന്നിയാലും നമ്മളുടെ ഉള്ളിൽ നമ്മൾക്കറിയാം നമ്മളുടെ ഏജ് ഇതാണ്. പക്ഷേ അത് മറ്റുള്ളവർ നമ്മൾക്ക് ഇത്രയും കുറച്ച് ഏജ് പറയുമ്പോൾ നമ്മൾക്കൊരു ലോട്ടറി അടിച്ച സന്തോഷമാണ് അല്ലേ? അത് നമ്മൾക്കെന്നല്ല, ജെൻസിനെന്നല്ല, ലേഡീസിനെന്നല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ലേഡീസിന് മാത്രം മുദ്ര കുത്തപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല ഈ സ്കിൻ കെയർ എന്ന് പറയുന്നതും ഹെയർ കെയർ എന്ന് പറയുന്നതും. സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടുന്നതും ഒക്കെ ജെൻസും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എന്നോട് ഒരുപാട് ജെൻസ് സംസാരിക്കാറുണ്ട്, നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ചോദിക്കാറുണ്ട്, അത് വാങ്ങാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല അങ്ങനെ ചിന്തിക്കേണ്ട കാര്യവുമില്ല. ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഫേസിലെ മാർക്കൊക്കെ അങ്ങോട്ട് മാറി തുടങ്ങുമ്പോൾ നമ്മൾക്ക് തോന്നുന്ന ഒരു പ്രൗഡ് ഉണ്ടല്ലേ, അത് ഭയങ്കരമാണ് അല്ലേ? നമ്മളുടെ സ്കിന്നിൽ പാടുകളൊന്നുമില്ല, കുറച്ച് 1-2 ലൈൻസ് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ സ്കിൻ കെയർ ചെയ്തു, നമ്മൾ ആൻറ്റി ഏജിങ് ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട് ഡെയിലി, അങ്ങനെ പല സ്കിൻ കെയറും നമ്മൾ ചെയ്ത് നമ്മുടെ സ്കിന്നൊന്ന് റിക്കവറായി, റിപ്പയറായി, പഴയ നമ്മളുടെ യൂത്ത്ഫുൾ സ്കിൻ അങ്ങോട്ട് നമുക്ക് കിട്ടിക്കഴിയുമ്പം നമുക്ക്
അറിയാതെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് ഉള്ളിൽ നിന്നുണ്ടാകുക. ആ സന്തോഷം നമ്മളുടെ സ്കിന്നിൻ്റെ ബ്യൂട്ടിയെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ സന്തോഷമായിട്ട് സ്കിൻ കെയർ ഒക്കെ നോക്കി ഡിസിപ്ലിനായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി വരും. അപ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുക, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. നമ്മളൊരു BMW വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയല്ല. അത് വാങ്ങിച്ചിട്ട് സന്തോഷിക്കാമെന്ന് കാത്തിരുന്നാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരപ്പായി പോകും, അല്ലേ? നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നല്ലൊരു ഡ്രസ്സ് ഇട്ടു, നല്ലൊരു പുതിയ ഡ്രസ്സ് ഇട്ടു, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിച്ചു റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെ കൂടെ, അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണുമ്പോഴത്തേക്കും ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ നമ്മളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കാര്യമാണ്. ആ വലിയ കാര്യം മനസ്സിലോട്ട് കയറുമ്പോഴാണ്, ആ പോസിറ്റിവിറ്റി മനസ്സിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് നമ്മളുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ പതുക്കെ മാഞ്ഞു തുടങ്ങുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒന്ന് കെയർ ചെയ്ത് ഒന്ന് പാമ്പർ ചെയ്യുന്നതാണ് നമ്മളുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്, അല്ലേ? നമ്മളുടെ സ്കിന്നിനെ നമ്മളുടെ ഒരു കുട്ടിയായിട്ട് കാണണം. നമ്മളൊരു കുട്ടിയെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, നമ്മുടെ ബേബിനെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, അതുപോലെ നമ്മൾ കെയർ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, അങ്ങനെ കെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിന്നിന് പാടുകൾ മാറും, യൂത്ത്ഫുൾ ഗ്ലോ കിട്ടും, നിങ്ങളുടെ മുടിയൊക്കെ നന്ന ഭംഗിയായിട്ട് വരും ഹെയർ കെയർ ചെയ്യുമ്പോൾ, അല്ലേ? ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ടോട്ടലി ഒരു മാറ്റം നമ്മൾ തന്നെ പതുക്കെ നോട്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു കമൻറ്റ് ആരെങ്കിലും അടുത്തുനിന്ന് കിട്ടും. എന്താ ചെയ്യുന്നത്, എന്തോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന ഒരു ചിരിയുണ്ടല്ലോ, അതൊരു ഭയങ്കര ആനന്ദത്തിൻ്റെ ചിരിയായിരിക്കും. ആ ചിരി എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ചിരി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ ഫെസ്റ്റിവൽസും ചെറിയ ചെറിയ ഇൻസിഡൻസും ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കണം. സ്കിൻ കെയർ ഒന്ന് നമ്മൾ പഠിക്കണം, ഹെയർ കെയർ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞ് സന്ദർഭങ്ങൾ, ഞാൻ എപ്പോഴും പറയും, നമ്മുടെ അമ്മയോ നമ്മുടെ സിസ്റ്ററിനെയോ ആരെയെങ്കിലും വിളിച്ച് നമ്മുടെ ബാൽക്കണിയിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലേ? അതൊക്കെയും ഒരു സന്തോഷമാണ്. കുറേ പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ചീത്ത കാര്യങ്ങളാണെങ്കിലും പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ആ ടെൻഷനിൽ നിന്ന് നമ്മൾ വെളിയിൽ വരും. അതറിയാമോ ഒരു കാര്യം, നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോസിറ്റിവിറ്റി നമ്മൾ ഉള്ളിലേക്ക് നിറയുകയും, അതേസമയം നമ്മളുടെ ലൈഫിൽ നടന്നിരിക്കുന്ന ബാഡ് ഇൻസിഡൻസ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കാതെ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് നമ്മൾ ക്ഷീണിക്കണം ആ കാര്യത്തിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തുകയും നമ്മൾ ആ കാര്യത്തിനെക്കുറിച്ച് മറക്കുകയും നമ്മൾക്കൊരു പുതു എനർജി കിട്ടുകയും ഒരു പുതുജീവിതം കിട്ടുകയാണ്, പുതുജീവിതം ലീഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് സങ്കടമുണ്ടെങ്കിലും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് അതിനെ തേച്ചങ്ങ് കളയണം. സന്തോഷമാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചൊരു പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഓയിൽ ബാത്തിനെ കുറിച്ച്. ഈ ഓയിൽ ബാത്ത് എന്ന് പറയുന്നത് ഒരു വലിയ തെറാപ്പിയാണ്. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, അപ്പോൾ അറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. അത് നമ്മളുടെ സ്കിന്നിനെ ബ്യൂട്ടിഫുൾ ആക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ സ്ട്രെസ്സിനെയും, ചിലർ പറയും എനിക്ക് ഭയങ്കര വിഷമമാണ് മാഡം, അതാണ് ഇതാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാനൊരു ഹിൻഡ് മാത്രമേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. പക്ഷേ പുറത്ത് വരേണ്ടതാരാണ്, നിങ്ങൾ തന്നെയാണ്, അല്ലേ? നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മളെ ഡ്രൈവിംഗ് സാർ നമ്മൾ പറഞ്ഞു തരും, പക്ഷേ നമ്മൾ ഡ്രൈവിംഗ് നമ്മൾ തന്നെ ചെയ്യണം, അല്ലേ? പഠിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ലൈസൻസ് കിട്ടിയാലും നമ്മൾ ധൈര്യത്തോടെ റോഡിലോട്ട് വണ്ടി എടുത്ത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. എന്ന് പറഞ്ഞ പോലെ ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ പുറത്ത് വരണം എന്നുള്ള ആഗ്രഹം ഫസ്റ്റ് നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അതുപോലെ സാഡ്നെസ്സിനെ കൊണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. സന്തോഷമല്ലാത്ത സാഡായിട്ടുള്ളൊരു മൂഡിനെ അതിനെന്താ പറയുക, അതിനെ അങ്ങോട്ട് ആഘോഷിക്കുന്ന കുറച്ച് പേരുണ്ട്. ആ ഒരു സാഡായിട്ടുള്ള പാട്ട് കേൾക്കുക, സാഡായിട്ടുള്ള മൂഡ് കൊണ്ടുവരുത്തുക, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ചുറ്റിനും നെഗറ്റീവ് എനർജി ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. ഈ പ്രേതം പിശാച് എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനകത്ത് തന്നെയാണ്. അതുകൊണ്ട് അതിനെയൊക്കെ മനസ്സിലാക്കി കയറ്റാതെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പിന്നെ മണി മൈൻഡഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക, എപ്പോഴും പൈസയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. പൈസ നമ്മൾക്ക് വരേണ്ട പൈസ ഈ ലോകത്തിൽ പടർന്നു കിടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളുടെ കയ്യിലേക്ക് വരേണ്ട കാശാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഫ്ലോ ആയിക്കോളും. നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുത്താൽ മതി. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആഗ്രഹിക്കുക ഒരു കാര്യം പൂർണ്ണമായിട്ടും നമ്മൾക്ക് വേണമെന്ന് പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അത്രയ്ക്ക് പവറാണ് നമ്മുടെ മൈൻഡിന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ വിശ്വാസത്തോടെ ചെയ്യണം.
വിശ്വാസമില്ലാതെ ഇത് നടക്കുമോ, ഇത് വെളുക്കുമോ, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് പോകുമോ എന്നുള്ളൊരു ഡൗട്ട് അവിടെ ഇട്ടിട്ട് ചെയ്താൽ ഒരിക്കലും കംപ്ലീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ചെയ്യാൻ പറ്റും, നടക്കും എന്ന് വിശ്വസിക്കുക. ഈ കാര്യം മാത്രമല്ല, എല്ലാം തന്നെ നടക്കും എന്ന് വിശ്വസിക്കുക. സ്കിൻ കെയർ ചെയ്യുക, ചെയ്യാതിരിക്കരുത്. ഞാൻ പല വീഡിയോസിലും വളരെ സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വാങ്ങിക്കുന്ന വിഭൂതിയിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് നിങ്ങൾക്ക്. പറ്റാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ആ സിമ്പിൾ സില്ലി വീഡിയോസ് ഇടുന്നത്, അല്ലേ? അപ്പോൾ അത് നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിനൊരു എഫക്റ്റ് കിട്ടുക. ചിലർ പറയും ഒരു പായ്ക്കൊക്കെ ഇടുമ്പം വളരെ കളർ തോന്നും, പക്ഷേ കുറച്ചങ്ങോട്ട് പുറത്ത് പോയിട്ട് വരും, പിന്നെ ആ കളർ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഡേ വീണ്ടും ഇടണം. സണ്ണെന്ന് പറയുന്ന ഒരാൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് എല്ലാം തരുന്നത് സണ്ണാണ്. സൺ ടാൻ തരുന്നതും അവിടുന്ന് തന്നെയാണ്, അല്ലേ? ഒരിക്കലും വിൻ്റർ ആണെന്ന് പറഞ്ഞിട്ട് അത് ലീവ് എടുത്ത് പോകത്തില്ല. നമ്മൾ സൺസ്ക്രീൻ ഇടണം എന്ന് വെച്ച് ഒരുപാട് പ്ലസ് ഉള്ള സൺസ്ക്രീൻ ഒന്നും ഇടണമെന്നില്ല. ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് സൺസ്ക്രീൻ മാറും. അതുപോലെ തന്നെ നിങ്ങൾ പാച്ച് ടെസ്റ്റ് എടുക്കാതെ ഒരു സാധനവും ഉപയോഗിക്കാതിരിക്കുക. അത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പാച്ച് ടെസ്റ്റ് എടുക്കുക. കാരണം എനിക്ക് ചേരുന്നത് നിങ്ങൾക്ക് ചേരണമെന്നില്ല, അല്ലേ? അതൊക്കെ മനസ്സിലാക്കി ഒന്ന് കാം ആൻഡ് ക്വയറ്റാക്കുക. ബ്രെയിനിനെ മൈൻഡിനെ ഒന്ന് സ്റ്റഡിയാക്കി സന്തോഷിക്കാനായിട്ട് തയ്യാറെടുക്കുക. 2026 വരുന്നു, ക്രിസ്മസ് വരുന്നു, പല കാര്യങ്ങളും വരുന്നു. ഇതൊക്കെയും ഒന്ന് ആഘോഷിക്കുക. ഞാനിവിടെ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഞാൻ വയ്ക്കും. കാരണം ഞാൻ പഠിച്ചൊരു ക്രിസ്ത്യൻ ഗവൺമെൻറ് സ്കൂളിലാണ്. എന്നാലും അതിൻ്റെ ഓർമ്മകളുണ്ടെങ്കിലും എനിക്ക് ആ കളർ കാണാനും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനതൊക്കെ ഇങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സാന്താക്ലോസ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്കത് സന്തോഷം തരുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് അത് അന്ധവിശ്വാസമാണെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതും ഏഞ്ചൽസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതും മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുമെന്ന് അതൊരു സത്യമാണ് കേട്ടോ. സാന്താക്ലോസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതുമൊക്കെ എനിക്ക് മനസ്സിന് സന്തോഷം തരുന്നുണ്ടെങ്കിൽ എൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. ഞാൻ അതിനു വേണ്ടി അത് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. നാട്ടുകാർ അല്ലെങ്കിൽ സ്വന്തക്കാർ അല്ലെങ്കിൽ റിലേറ്റീവ്സ് അവർ പലതും പറയും. കാരണം അവർക്കൊരു ചാൻസ് കിട്ടിയാൽ അവരൊരിക്കലും ഒരു സ്ലീവ്ലെസ് ഇടാനോ അല്ലെങ്കിൽ മുടി അഴിച്ചിട്ട് സ്റ്റൈലായിട്ട് നടക്കാനോ മടിക്കില്ല. അവരെ ഒന്ന് ഫോറിൻ കൺട്രിയിലോട്ട് പറഞ്ഞു വിട്ട് നോക്കൂ. അപ്പം കാണാം അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിടുമ്പോഴാണ് അവർക്ക് പ്രശ്നം. ആർക്കാണ് പ്രശ്നം? അവരുടെ ആറ്റിറ്റ്യൂഡിനാണ് പ്രശ്നം. അവരുടെ ആശകൾ സാധിക്കാത്തതിലാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മളത് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾക്ക് എന്താണ് കംഫർട്ടബിൾ, നമ്മൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത്, അതിനെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കാതെ, മറ്റുള്ളവരുടെ കംഫർട്ടിനെ ബാധിക്കാതെ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിനും ആരുടെയും പെർമിഷൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ടാണ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഇനി വയസ്സായി ഇനി എന്തിനാ ചെയ്യുന്നത്, അതൊക്കെ അവരുടെ ഒരു വെറും വാക്കുകളാണ്. അവർക്ക് പറ്റുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് കേട്ടിട്ട് അവർ തന്നെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കും. ചിലപ്പോൾ അവർ തന്നെ മേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ ബാലൻസ് കുറവ് കൊണ്ടോ വ്യത്യാസം കൊണ്ടോ ഒക്കെ അവർക്കൊരു പ്രശ്നം വന്നാൽ പിന്നെ അവരെപ്പോഴെങ്കിലും പറയും, നീ അന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ട് എനിക്ക് വർക്കായില്ലല്ലോ, എന്നിട്ട് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കും. അതിലൊന്നും പോയി വീഴരുത്. ഓക്കെ, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. മറ്റുള്ളവരോട് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം പറയുക, അവരിൽ നിന്നും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുക. ഇതൊക്കെ നമ്മൾക്ക് യൂത്ത്ഫുൾ സ്കിൻ കിട്ടാനായിട്ടുള്ള വലിയൊരു കാര്യമാണ്, എസ്പെഷ്യലി ഇൻ ആൻറ്റി ഏജിങ്. കാരണം അപ്പോഴാണ് നമ്മുടെ ഹോർമോൺസ് ഡൗൺ ആവുന്നതും നമുക്ക് ഡിപ്രഷൻ തോന്നുന്നതും എന്താണ് ലൈഫ് എന്ന് തോന്നുന്നതും ഒന്നും ഇതുവരെയും ചെയ്തില്ലല്ലോ എന്ന് തോന്നുന്നതും ഒന്നും സമ്പാദിച്ചില്ലല്ലോ എന്ന് തോന്നുന്നതും ഒക്കെ ആ സമയത്താണ്. മനസ്സിലായോ? അങ്ങനൊന്നുമല്ല. സമ്പാദിക്കുന്നതിനോ സൗന്ദര്യത്തിൻ്റെ കെയർ ചെയ്യുന്നതിനോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും വയസ്സൊന്നുമില്ല. ഈ വയസ്സെന്ന് പറയുന്നത് 2026, 27, 28 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതൊരു റോളർ കോസ്റ്റർ പോലെയാണ്. അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന സ്കിൻ കെയർ, ഹെയർ കെയർ, അല്ലെങ്കിൽ നല്ല ഫുഡ് എടുക്കുക. ചിലർ പറയും, അമ്മ ഇനി വയസ്സുകാലത്ത്, ഞാൻ കേട്ടിട്ടുണ്ട് ചിലരുടെ പേരൻസിനോട് പറയുന്നത്, വയസ്സുകാലത്ത് ഇപ്പോൾ അമ്മ ഫ്രൂട്ട്സ് കുറച്ച് തിന്നിട്ട് തന്നെ എടുക്കാനാ. നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് കഴിക്കാം. അവരങ്ങനെ പലതും പറയും. അത് അവരുടെ അറിവില്ലായ്മയാണെന്ന് മനസ്സിലൊന്ന് ചിരിച്ച് തള്ളിയാൽ മതി. അതുപോലെ ചിലർ പറയും, ഐസ്ക്രീമൊക്കെ ഈ വയസ്സുകാലത്ത് കഴിക്കുന്നു. സോ വാട്ട്? ഐസ്ക്രീം ഇഷ്ടമാണെങ്കിൽ കഴിക്കണം, അത് മധുരമാണെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ഡെയിലി അല്ലല്ലോ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നത്. നമുക്കൊരു ദിവസം ഇഷ്ടമുള്ള തരം ഐസ്ക്രീം കഴിച്ചിട്ട് പിന്നെ കുറേ നാൾ കഴിക്കാതിരിക്കുക, അതിനകത്തൊരു തെറ്റുമില്ല.
എൻജോയ് ചെയ്യണം ലൈഫ് എന്ന് പറയുന്നത്. എൻജോയ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മുടെ ലിമിറ്റ് ആൻഡ് റെസ്ട്രിക്ഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ കംഫർട്ടിനെ നമ്മൾ ഹേർട്ട് ചെയ്യാതെ അവരുടെ ഒരു തിങ്കിങ്സ്, അവരുടെ സോൾ ഉണ്ടല്ലോ, അവരുടെ ചിന്തകളല്ല നമ്മൾ, എല്ലാവർക്കുള്ളിലും ഒരു നല്ല സോളുണ്ട്, ആരും ചീത്ത ആൾക്കാരല്ല. അപ്പോൾ അതിനെ ഹേർട്ട് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് 2026 കംപ്ലീറ്റ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യണം. ഇന്ന് ക്രിസ്മസ് ആണ്, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് നല്ലൊരു കേക്ക് മുറിക്കാം. ഞാൻ ആദ്യം ആലോചിച്ചൊരു കേക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്താലോ. അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസത്തോടെയും കോൺഫിഡൻസോടെയും അഹങ്കാരത്തോടെയും സ്കിൻ കെയർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ ഒരിക്കലും മറക്കരുത്. നമ്മൾക്ക് പിന്നെ ഇതോർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് മറ്റുള്ളവരെ മറന്ന് ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മളുടെ എഫേർട്ട്, നമ്മളുടെ എല്ലാം ഓഫർ ചെയ്യണം. ആ സമയത്ത് നമ്മളെയും കൂടെ കെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഓടി 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 ഒരിടത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് വല്ലാത്ത സങ്കടം തോന്നും. എന്താണ് ഞാൻ ചെയ്തത് എന്ന് തോന്നാൻ ഇടവരുത്തരുത്. ഓക്കെ, ഏത് ഏജിലാണെങ്കിലും നിങ്ങൾക്ക് 70 വയസ്സായിക്കോട്ടെ, 17 വയസ്സായിക്കോട്ടെ, 40 വയസ്സായിക്കോട്ടെ, ഇതിനിടയിലുള്ള ഏത് വയസ്സ് വേണേ ആയിക്കോട്ടെ, 90 വയസ്സായിക്കോട്ടെ, സന്തോഷിക്കാൻ ഒരു കാരണം ദൈവം നമ്മൾക്ക് തരും, ഉറപ്പായിട്ട് തരും. ചെറിയൊരു കാരണമെങ്കിലും തരും. ആ ചെറിയ കാരണം നമ്മൾ സന്തോഷിച്ച് കഴിയുമ്പോൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാകും ഇത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താ, അങ്ങനെയല്ല. നമ്മൾ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം. ഓക്കെ, എനിക്ക് കുറേ കൊച്ചു സന്തോഷങ്ങളുണ്ട്. കാരണം ഞാൻ കുറേ ആൾക്കാരുമായിട്ട് സന്തോഷിക്കും. പക്ഷേ ചിലയിടത്തൊക്കെ ഞാൻ കളിപ്പിക്കപ്പെടുകയും ചെയ്യും കേട്ടോ. പക്ഷെ അതിനെ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. അതിനെ ഞാൻ എനിക്ക് കിട്ടിയ ഒരു ലെസണായിട്ടും, അല്ലെ ഞാൻ അവരെക്കുറിച്ച് ഓർത്ത് പാവം തോന്നും. കാരണം അവർക്ക് ഇത്രയ്ക്കും അല്ലേ ദൈവം കൊടുത്തുള്ളൂ, അവർക്ക് ഇത്രയ്ക്കും സന്തോഷിക്കാനുള്ള ഒരു മനസ്സ് കൊടുത്തില്ലല്ലോ, നാരോ മൈൻഡഡ് ആണല്ലോ, അവർക്ക് അറിയുന്നില്ലല്ലോ എങ്ങനെയാണ് സന്തോഷിക്കേണ്ടതെന്ന്, അറിയാതെയാണല്ലോ ഈ മണ്ടത്തരങ്ങൾ ചെയ്യുന്നതെന്ന് ഓർത്ത് ഞാൻ അവരെക്കുറിച്ച് ഓർത്ത് സഹതപിക്കുകയേ ചെയ്യത്തുള്ളൂ. ഞാൻ ഒരിക്കലും അവിടെ എന്നെക്കുറിച്ച് ഓർത്ത് ബ്ലെയിം ചെയ്യാറില്ല. ഞാൻ അവിടെ കറക്റ്റായിരിക്കും. എന്നുവെച്ചാൽ എല്ലായിടത്തും ഞാൻ കറക്റ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. എനിക്കും തെറ്റുകളൊക്കെ പറ്റും. എനിക്ക് തെറ്റുകൾ പറ്റുന്നിടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ അങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്താൽ മാത്രം മതി. വിശ്വാസത്തോടെ ഈ ലോകത്തിൽ കുറച്ചൊക്കെ വിശ്വസിക്കാം. നമ്മൾക്ക് അവിശ്വാസം ഉണ്ടായിരിക്കണം. അതിനെ എന്താ പറയണ്ടേ, എല്ലാത്തിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. വിശ്വസിക്കരുതെന്ന് പറയത്തില്ല. എല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. നമ്മൾക്കൊരാൾ നമ്മളോട് പെട്ടെന്ന് വന്ന് സംസാരിക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നു, അതിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കുക. പക്ഷെ ഒരിക്കലും റിയാക്ട് ചെയ്യരുത്. ആ ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കണം. എന്നിട്ട് ആ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം, ആൻസർ എഴുതുക. വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ലൈഫ് അങ്ങനെ പോയി കഴിഞ്ഞാൽ. നമ്മൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറിനനുസരിച്ച് നമ്മൾ മാറണമെന്നോ ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അവർ കഴിക്കട്ടെ. അവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ടേസ്റ്റ് ആയിരിക്കത്തില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന, ഉറപ്പായിട്ട്. നമ്മൾ തന്നെ ഡെയിലി മാറി മാറി വരും. നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡല്ലേ നമ്മൾ കഴിക്കുക. അതുകൊണ്ട് നമ്മളുടെ സ്കിന്നിനെ കുറിച്ച് നമ്മളാണ് കെയർ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ കമൻറ്റിലല്ല നമ്മളുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യവും ലൈഫിൽ മറ്റുള്ളവരുടെ നല്ല കമൻറ്റിന് വേണ്ടി ചെയ്യാതിരിക്കുക. അവരുടെ ചീത്ത കമൻറ്റ് വേണ്ടി അവോയ്ഡ് ചെയ്യാതെയും ഇരിക്കുക. ഓക്കെ, അതുകൊണ്ട് ഇന്ന് മുതൽ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ലേഡീസായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് 2026 ഒരു 6 months കഴിയുമ്പോഴേക്കും എല്ലാവരുടെയും ഒരു സെൽഫി അയച്ചു തരിക. അടിപൊളിയാണ്, ഞങ്ങൾ സ്കിൻ കെയർ ചെയ്തു, നന്നായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് നിങ്ങൾ പറയും. ചെയ്താൽ പറയുമെന്ന് എനിക്കറിയാം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കരുത്. ചെയ്യണം, സ്കിൻ കെയർ ചെയ്യണം, ഹെയർ കെയർ ചെയ്യണം, സന്തോഷിക്കണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ സന്തോഷിക്കണം. ഇതേ ഞാൻ ക്രിസ്മസിന് വേണ്ടി ഒരു ഡ്രസ്സ് എടുത്തു. എനിക്ക് ഹാപ്പിയാണ് ഇതിടുമ്പോൾ, അല്ലേ? മൊത്തം ഡ്രസ്സ് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. നല്ല ഭംഗിയാണ്, കുറച്ച് ഫ്രില്ലൊക്കെയുള്ള. എനിക്ക് അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല. ഒന്നെങ്കിലും ഒരു ദിവസം ഞാൻ അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്ത് ഞാൻ കാണിക്കാം കുറേ ഡ്രസ്സുകളൊക്കെ. ഇപ്പോൾ അതിനുള്ള ഒരു സമയമില്ല എന്നുള്ളതാണ്. ഓക്കെ, സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. സമയമില്ലാതെ ഓടി നടക്കണം. നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കണ്ടേ? ഒരു ദിവസം വൈകിയാൽ നിങ്ങളെന്നെ പൊരിച്ച് പൂരിയാക്കത്തില്ലേ? ഒരു ദിവസം കാരണം എനിക്കത് സന്തോഷമാണ് കേട്ടോ. എത്തിയില്ലല്ലോ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമല്ല വരുന്നത്, എനിക്ക് സന്തോഷമാണ്. കാരണം നമ്മുടെ പ്രോഡക്റ്റ് കിട്ടാൻ നിങ്ങൾ അത്രയ്ക്ക് കാത്തിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ആ പ്രോഡക്റ്റിനെ നിങ്ങൾ വീട്ടിലോട്ട് അത്ര സ്നേഹത്തോടെയാണ് വെൽക്കം ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ് ന്യൂ ഇയർ.
എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എന്നെയും നിങ്ങളുടെ ക്രിസ്മസ് പാർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തതിൽ, ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണുന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ.